ബറോസ് ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ. ഇതിൻ്റെ ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത് കളവൂർ രവികുമാറാണ്. സോ 2019 സമയത്തൊക്കെ വന്നിട്ട് മോഹൻലാൽ ആദ്യമായിട്ട് പുള്ളിയുടെ ഡയറക്ഷണൽ ഡെബ്യൂ ചെയ്യാൻ പോകുന്നത് പറയുന്നുണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി ചെറിയ ചില ടീസേഴ്സും കാര്യങ്ങളൊക്കെ അവരുടെ ടീമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായി. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് അത് ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ആവുകയും ഇനീഷ്യലി പൃഥ്വിരാജൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ട് അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളിലേക്ക് കൂടിയൊക്കെ പോയി ഒടുവിൽ വന്നിട്ട് ഈ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. 3Dയിലാണ് ആക്ച്വലി ഈ സിനിമ വന്നിട്ടുള്ളത്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ 3D ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായി. സോ അത് തന്നെയാണ് ആക്ച്വലി തിയേറ്ററിലും ഫീൽ ചെയ്തിട്ടുള്ളത്. 3D വളരെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്ത പോലെ തോന്നി. സ്റ്റാറിങ് മോഹൻലാൽ, അതുപോലെ തന്നെ മായ റാവു വെസ്റ്റ്, അതായത് ഈ ഇസബെല്ല എന്ന് പറയുന്ന കുട്ടി. ബാക്കി ഒരുപാട് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് പരിചിതമുള്ള ഒരാൾ പിന്നെ ആന്റണി പെരുമ്പാവൂറാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ തുഹിൻ മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനും ഒരു മേജർ ആയിട്ടുള്ള ഒരു റോള് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സിനിമയുടെ ഓപ്പണിംഗ് തന്നെ മമ്മൂട്ടിയാണ് ആക്ച്വലി ഈ ബറോസിൻ്റെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. വോയിസ് ഓവറിൽ കൂടി മമ്മൂക്ക ബറോസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. മോഹൻലാൽ ആസ് എ ഡയറക്ടർ പുള്ളിക്കാരൻ വന്നിട്ട് ഏത് തരത്തിലുള്ള സിനിമ വേണ്ടെങ്കിലും എടുക്കായിരുന്നു. കാരണം ഒരു എന്താ പറയുക, ഒരു ആക്ഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഈവൻ മമ്മൂട്ടിയുടെ ഡേറ്റോ അല്ലെങ്കിൽ ഏതൊരാളുടെ ഡേറ്റും കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഒരു ആക്ടർ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാൾ ഫസ്റ്റ് ഡയറക്ഷനിൽ തന്നെ പുള്ളിക്ക് ഇഷ്ടമുള്ള, പുള്ളിക്ക് ഏതാണോ ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള രീതിയിലുള്ള ഒരു മേക്കിംഗ് ഒരു സിനിമയാണ് ആക്ച്വലി തിരഞ്ഞെടുത്തുള്ളത്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ വന്നിട്ട് ആക്ച്വലി ഐ റെസ്പെക്ട് ദിസ് ഡിസിഷൻ. അതുപോലെ തന്നെ വന്നിട്ട് എന്താണോ ബറോസിൻ്റെ ടീം പ്രൊമോഷൻ്റെ സമയത്ത് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ആക്ച്വലി ഈ സിനിമ. ടെക്നിക്കാലിറ്റിയിലേക്ക് വരുന്ന സമയത്തേക്ക് കംപ്ലീറ്റ്ലി 3Dയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. കാരണം ARM പോലെയൊക്കെ വന്നിട്ട് കൺവേർഷൻ, ARM കൺവേർട്ടഡ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ ARM കമ്പയർ ചെയ്യുന്നത് ARM ആണല്ലോ ഇതിന് മുമ്പ് വന്നിട്ട് 3D. സോ അത് കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഒറിജിനൽ 3D ഫീൽ ചെയ്തിട്ടുണ്ടായി ആക്ച്വലി ബറോസ് കാണുന്ന സമയത്ത്. ഒരു പ്രോപ്പർ നല്ല തിയേറ്ററിൽ വരുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള 3D ബറോസിനകത്ത് ആക്ച്വലി മോഹൻലാൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് TK രാജീവ് കുമാറാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ സ്കോർ മാർക്ക് കിലിയൻ എന്ന് പറയുന്ന ഒരു ഫോറിനറാണ്. ഒരുപാട് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സ്റ്റുഡിയോ ആയി കഴിഞ്ഞാലും ഇതിൻ്റെ മിക്സിങ്ങും എല്ലാം നടന്നിട്ടുള്ളത് US-ലാണെന്ന് ചിത്രത്തിൻ്റെ ക്രെഡിറ്റ്സിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് സന്തോഷ് ശിവനാണ്. സോ ടെക്നിക്കാലിറ്റീസും ബ്രില്യൻസും ഈ സിനിമയിൽ ഒത്തിരി ഉണ്ട്. ഈ സിനിമ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആക്ച്വലി കുട്ടികളെ തന്നെയാണ് ഈ സിനിമ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഒരു പരിധി വരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോഹൻലാലിന് ആസ് എ ഫിലിം മേക്കർ പറ്റിയിട്ടുണ്ട്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ബറോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷനും ബറോസും അതുപോലെ തന്നെ ഈ ഇസബെല്ല എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിലുള്ള ഒരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് ഹാഫ് ഫുൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ടൈം എടുക്കുന്നുണ്ട്. അത് കുറച്ച് ലാഗ് ആവുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്തും വന്നിട്ട് മോഹൻലാൽ സ്ക്രീൻ പ്ലേ ആയി റഷ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം തിയേറ്ററിക്കൽ മൊമെന്റ്സ് ഉണ്ടാക്കാനും നോക്കുന്നില്ല. ആ സിനിമ ഒരു ഫ്ലോ പോലെ ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ UK-ലും അവിടെയൊക്കെ ഉള്ള ഡ്രാമ സ്കോപ്പ് പോലെയുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്കൂടെയാണ് ആക്ച്വലി ഈ സിനിമ പോകുന്നത്. അത് അങ്ങനെ തന്നെയാണ് ആക്ച്വലി ആ സിനിമ കൺസീവ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെയാണ് ഈ സിനിമ കാണേണ്ടതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആംഗിളിൽ കാണുന്ന സമയത്തേക്ക് നമ്മൾ ആ ഒരു എക്സ്റ്റൻഡഡ് ഒരു ഹൈ ടെക്നിക്കൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പരിപാടി മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോഹൻലാലിന് ഇങ്ങനത്തെ ഒരു ഡ്രാമ പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ഈ സിനിമ ഒരു പരിധി വരെ നമുക്ക് വന്നിട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലുള്ള കുറച്ച് ലാഗ് ഒഴിച്ചിരുന്നത് അത് ആ ഒരു ബന്ധം, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ വന്നിട്ട് ഇവർ തമ്മിലുള്ള അതൊക്കെ വന്നിട്ട് എന്ന് വെച്ചാൽ കുറേ വന്നിട്ട് എന്താ പറയുക, സ്ക്രീൻ പ്ലേ ബ്ലെൻഡ് ആവാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തേക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കും അതുപോലെ തന്നെ ഒരുപാട് മാജിക്കൽ എലമെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വൂഡു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മോഹൻലാൽ റിലീസിന് ഒരു ദിവസം മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ക്യാരക്ടർ ഭയങ്കര പെക്യൂലറായിട്ട് തോന്നി. വളരെ നന്നായിട്ട് ഡബും ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. അതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് കണ്ടിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ആക്ച്വലി സന്തോഷ് രാമനാണ്. കോസ്റ്റ്യൂം വന്നിട്ട് ജ്യോതി എന്ന് പറയുന്നത്. മോഹൻലാൽ ആക്ച്വലി ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ സമയത്ത് മോഹൻലാൽ വന്നിട്ട് ചില ജസ്റ്റേഴ്സും കാര്യങ്ങളും ഞാനൊരു ഭൂതമാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ മോഹൻലാൽ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് അത് ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യാനും മോഹൻലാൽ ആക്ച്വലി ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ആക്ടേഴ്സ്, അതായത് ഇസബെല്ല എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കുട്ടിയും വന്നിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്.
ആകെ മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസ്ഡ് ആയിട്ടാണ് പോയത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ടെക്നിക്കലിയും ശരി, ഒരു നമ്മളൊരു 3D സിനിമയാണല്ലോ കാണുന്നത്. അപ്പോൾ 3D പെർസ്പെക്റ്റീവിൽ വന്നിട്ട് ആ സിനിമ ഒരു എന്താണോ അവർ പറഞ്ഞത് വിത്ത് വെരി ലെസ് എക്സ്പെക്ടേഷൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഞാൻ ഒരിക്കലും ഇത് വന്നിട്ട് OTT വരുന്ന സമയത്ത് ഇത് വന്നിട്ട് ഗംഭീരമായിരിക്കും, ഇത് കാണാൻ രസമുണ്ടാവും എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു മോശം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിന് പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ടെക്നിക്കൽ സൈഡ് ഒരുവിധം എല്ലാം തന്നെ വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ആകെ ഒരു സ്ക്രീൻ പ്ലേ ഇഷ്യൂസ് അവിടെ ഇവിടെയും വരുന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പാട്ടുകളൊക്കെ വന്നിട്ട് മോഹൻലാൽ തന്നെ പാടണം എന്ന് നിർബന്ധമുള്ള പോലെ ആക്ച്വലി എല്ലാ പാട്ടുകളും പാടുന്നത് തോന്നി. പക്ഷേ പാട്ട് നല്ലതാണെങ്കിൽ കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് MG ശ്രീകുമാറോ അങ്ങനെ ആരെങ്കിലും പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. കാരണം ഈസബല്ല എന്ന് പറയുന്ന ഫുൾ സോങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ലാഗ് ഉള്ള ഒരു സിനിമേൻ്റെ അകത്ത് ഫസ്റ്റ് ഹാഫിൽ ആ പാട്ട് പിന്നെയും ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തിയേറ്ററിക്കൽ ഹൈ മൊമെന്റ്സ് ഇല്ലാത്തത് വേണ്ടിക്കൽ ഒരു കുറവായിട്ട് നമുക്ക് വേണ്ടിക്ക് കാണാം. കാരണം സ്ലോ മോഷനോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇതൊരു ഡ്രമാറ്റിക് ആയിട്ട് തന്നെയാണ് മോഹൻലാൽ ഇത് കംപ്ലീറ്റ്ലി പ്ലേ ചെയ്തത്. അതായത് ഒരു പോർച്ചുഗൽ പ്ലേ കാണുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് മോസ്റ്റ്ലി അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സോ ആസ് എ ഹോൾ ബറോസ് വന്നിട്ട് എക്സ്പെക്ടേഷൻ വളരെ കുറവായതുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ടെക്നിക്കാലിറ്റീസും 3Dയും നന്നായിട്ട് വർക്ക് ആകുന്നത് കൊണ്ടും ഒരു പരിധി വരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മോഹൻലാലിൻ്റെ എല്ലാ തരത്തിലുള്ള ഈ 40 വർഷത്തെ എക്സ്പീരിയൻസും ബറോസിലേക്ക് കൊണ്ടുവന്നോ എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. പക്ഷേ പ്രതീക്ഷ ഇല്ലാതെ ഒട്ടും നമ്മൾ വലിയ അമിതഭാരമൊന്നും ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ കണ്ട് വരാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി ബറോസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല 3D ഉള്ള തിയേറ്ററിൽ തന്നെ ബറോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ ഡു വാച്ച് ബറോസ് ഇൻ തിയേറ്റേഴ്സ്.